എന്തൊക്കെയാ നമുക്ക് ചുറ്റും നടക്കുന്നതില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ അങ്ങനെയുള്ളതാണല്ലോ അല്ലേ? പ്രസവിച്ച കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിയുന്ന അമ്മ, കാമുകനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ കൊടുത്ത അമ്മ, എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നതില്ലേ? സ്വന്തം ശരീരം കീറി തുന്നുമ്പോഴും അതെൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്ന് സന്തോഷിച്ചിരുന്നിട്ട് ആ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തെ ഒറ്റയായിട്ട് പുറത്തേക്ക് വരേണ്ടി വന്ന ഒരു സന്ദർഭവും അല്ലെങ്കിൽ ഒരു സമയവും എൻ്റെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ കൈവിട്ടു പോകുമായിരുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വിങ്ങലാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി പലതും ചെയ്തു നോക്കും, പക്ഷെ ഒന്നും സക്സസ് ആവില്ല കേട്ടോ. ഒക്കെയും വെറുതെയാണ്, വെറുതെ കാട്ടിക്കൂട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും സന്തോഷം കിട്ടുന്ന ചെറിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതല്ലേ നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചിത്രം വരയ്ക്കലാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഈ ന്യൂസുകളൊക്കെ കേട്ടിട്ട് തന്നെ മനസ്സിനൊരു തരം ചടപ്പാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തോ ഇന്നലെ രാത്രി കുറച്ച് സമയം ഒറ്റയ്ക്കിരുന്ന് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വരയ്ക്കുമ്പോഴും പ്രത്യേകിച്ച് ഒന്നും വരയ്ക്കാൻ തോന്നില്ല. എന്തെങ്കിലും ഒരു സീനറി അങ്ങനെയാണ് മനസ്സിൽ വരുള്ളൂ. വല്ല പുഴയോ മലയും കാടും ഒക്കെ ചേർന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഇന്നലെ ഇരുന്ന ആ ഒരു അവസരത്തിൽ വരച്ചൊരു ചിത്രമാണിത്.